ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഓണവും ചിങ്ങമൊന്നും അങ്ങനെ വിശേഷമുള്ള ദിവസങ്ങളൊക്കെ വരുമല്ലേ. അപ്പോൾ എല്ലാവരും നല്ല മധുരം ആയ പായസമൊക്കെ ഉണ്ടാക്കുമെന്നറിയാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഈ പായസം കൂടെ ട്രൈ ചെയ്ത് നോക്കണം. പ്രഥമനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റുള്ള പായസമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് സമയമാകുമ്പോൾ ചൂടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു 4 ഏത്തപ്പഴം, നല്ല കറുത്തതായാലും കുഴപ്പമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഡേറ്റ്സ് വേണം, പിന്നെ ഏലക്ക, വെള്ളത്തിൽ കുതിർത്ത ചവ്വരി. ഇവിടെ എടുക്കുന്ന പനങ്കർക്കണ്ടാണ്. 1/2 കിലോ പനങ്കർക്കണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ചവ്വരിയും ഇതുപോലെ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം നേരത്തെ ചെയ്ത് വെച്ചാൽ പായസം ഉണ്ടാക്കാൻ ഈസി ആയിരിക്കും. അതുപോലെ തേങ്ങാപ്പാലും എടുത്ത് വെക്കണം. 2ാം പാലും കട്ടിയുള്ള പാലും നമ്മളെടുത്ത് വെക്കണം. 1ാം പാലും. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയെടുത്തതിന് ശേഷം നമ്മൾ ഈന്തപ്പഴവും കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴവും കൂടി നെയ്യിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. നന്നായി വരണ്ട് വന്നതിന് ശേഷം നമ്മൾ ആ പനങ്കർക്കണ്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി വരട്ടി എടുക്കണം. ലാസ്റ്റ് നമുക്ക് ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിനകത്ത് തേങ്ങാക്കൊത്തിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, മുന്തിരിപ്പഴം ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം. ഇവിടെ തേങ്ങാക്കൊത്തും മുന്തിരിയൊന്നും അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആഡ് ചെയ്യാത്തതാണ്. തേങ്ങാക്കൊത്ത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. സോ ഞാൻ ഇവിടെ കാഷ്യൂനട്ട് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ചവ്വരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ നന്നായിട്ട് ഇളക്കി നല്ല വരണ്ട് വരുമ്പോൾ നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ടേസ്റ്റ് നോക്കുമ്പം മധുരം കുറവ് പോലെ തോന്നും. അത് പനങ്കർക്കണ്ടായതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ 2ാം പാൽ ഒഴിച്ചത് നന്നായി വറ്റിച്ചെടുക്കണം. അത് നന്നായി വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണേ. അത് കഴിഞ്ഞിട്ട് നന്നായി വറ്റി വരുമ്പോൾ കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട് കേട്ടോ. എള്ള് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും പായസം. കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ എള്ള് കയ്യിലില്ലാന്നും പറഞ്ഞ് ഈ പായസം ഉണ്ടാക്കാതിരിക്കരുത്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായി ഇതുപോലെ ആ പാലും ശർക്കരയും എല്ലാം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കട്ടിയുള്ള പാല് ചേർത്ത് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ, തിളച്ച് മറിയരുത്. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നെയ്യിൽ വറുത്ത കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചൂടോടുകൂടി പായസത്തിൽ ഈ കാഷ്യൂനട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും പായസം കുടിക്കുമ്പോൾ ആ കാഷ്യൂനട്ട് അങ്ങ് വെന്ത് പോണ പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്കങ്ങനെ വെന്ത് പോണ കാഷ്യൂനട്ട് പായസത്തിൽ നിന്നെടുത്ത് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ ഇടാം. എനിക്ക് ഇങ്ങനെ പായസം കുടിക്കുമ്പം നല്ല ആ ക്രഞ്ചി ആയിട്ട് തന്നെ പായസത്തിൽ ആ അണ്ടിപ്പരിപ്പൊക്കെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചേർത്തത്. ഈസി അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ആദ്യം തന്നെ പനങ്കർക്കണ്ടും ആ ചവ്വരിയൊക്കെ അതുപോലെ തേങ്ങാപ്പാലും ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ 4 പഴം ഏത്തപ്പഴം എന്ന് പറയുന്നത് 2 ഏത്തപ്പഴം വെച്ചും ഒരു പിടിയോളം ഡേറ്റ്സ് വെച്ചും നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏത്തപ്പഴം കൂട്ടുന്നതും ഡേറ്റ്സ് കൂടുതൽ വേണമെന്നുള്ളതുമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഈ പായസം ഉണ്ടാക്കി ഈ ഓണത്തിനോ എന്തെങ്കിലും വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പം ഇതുണ്ടാക്കി നോക്കണം. ഞാൻ വീണ്ടും പറയുവാണ്, ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം കഴിച്ചും കൂടി നോക്കണം കേട്ടോ. അപ്പോഴാണ് ഈ പായസത്തിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുന്നത്. വെറൈറ്റി റെസിപ്പീസായിട്ട് വരാം. ടാറ്റ ബൈ ബൈ, സീ യു.